കോഴിക്കോട് പന്തീരങ്കാവിൽ 30 ഗ്രാം MDMA-യുമായി സഹോദരങ്ങൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. അരീക്കോട് സ്വദേശികളായ അബ്ദുൾ സമദ്, സാജിദ് ജമാൽ, ആലപ്പുഴ സ്വദേശി അറഫാത്ത് നദീർ എന്നിവരാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് സംഘവും പന്തീരങ്കാവ് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ദൃശ്യ പുതിയടത്ത് ചേരുന്നു. ദൃശ്യ, സ്ഥിരം കച്ചവടക്കാരാണോ? എങ്ങനെയാണ് പിടിയിലായത്? വിവരങ്ങൾ തന്നെ ഇപ്പോൾ പിടിയിലായിട്ടുള്ള അബ്ദുൾ സമദും ഈ സാജിദ് ജമാലും അറഫ നദീർ എന്നിവർ സ്ഥിരം ഈ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നവരാണ്. ഇതിൽ അബ്ദുൾ സമദും ഈ സാജിദ് ജമാലും ഈ സഹോദരങ്ങളാണ്. ഇവർ 2024 ഇവരെ 18 കിലോഗ്രാം കഞ്ചാവുമായി ബംഗളൂരു പോലീസിന്റെ പിടിയിലായി ജയിൽവാസം അനുഭവിച്ചിരുന്നു. ഇതുകൂടാതെ തന്നെ ഈ അറഫ നദീർ എന്നയാൾ 7 കിലോ കഞ്ചാവ് കേസിൽ ഇതിനു മുൻപ് 1.5 വർഷം ജയിൽ ശിക്ഷ കഴിഞ്ഞതാണ്. ഈ സാജിദും നദീറും തമ്മിൽ ജയിലിൽ നിന്നുള്ള ബന്ധമാണ്. ഇതാണ് പിന്നീട് ഇത്തരത്തിൽ വലിയൊരു മയക്കുമരുന്ന് റാക്കറ്റ് എന്നുള്ള രീതിയിലേക്ക് ഇവരൊരു സംഘമുണ്ടാക്കുന്നു. ഇവർ കച്ചവടത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഇതിനായാണ് ഈ മയക്കുമരുന്ന് കച്ചവടത്തിനായാണ് നദീറിനെ സാജിദ് ജമാൽ കോഴിക്കോട്ടേക്ക് വിളിച്ചു വരുത്തുന്നതും. ഇവർ പല സ്ഥലങ്ങളിലായി യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചാണ് കച്ചവടം നടത്തിയിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ വീടുകൾ പല സ്ഥലത്തും ആളുകൾ ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലത്ത് താമസ സ്ഥലം മാറിയാണ് ഇവർ ഈ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. ഫ്ളാറ്റുകളും ഈ വാടക വീടുകളും കേന്ദ്രീകരിച്ചായിരുന്നു കച്ചവടം നടത്തിയത്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു താമസ സ്ഥലത്ത് വെച്ച് ഫ്ളാറ്റിന് മുന്നിൽ വെച്ച് ഇവർ 30 ഗ്രാം MDMA-യുമായി ഇപ്പോൾ പോലീസിന്റെയും ഡാൻസർ സംഘത്തിന്റെയും പിടിയിലാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരെ പോലീസ് പിടികൂടാതിരിക്കാനായി ഇവർ താമസിക്കുന്ന സ്ഥലത്തിന് മുന്നിൽ അപകടകാരികളായ നായകളെ വളർത്തിയിരുന്നു. പോലീസിനെ കാണുന്ന സമയത്ത് ഇവരെ അഴിച്ചുവിട്ടായിരുന്നു ഇവർ പല തവണയും രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇന്നും ഈ പോലീസ് സംഘം ഇവരുടെ സ്ഥലത്തെത്തിയപ്പോൾ ഇന്നും ഇത്തരത്തിൽ നായകളെ അഴിച്ചുവിട്ട് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും പോലീസ് ഇവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു. 30 ഗ്രാം MDMA-യുമായാണ് ഇപ്പോൾ ഈ മൂവർ സംഘം പിടിയിലായിട്ടുള്ളത്. ധന്യ. ശരി ദൃശ്യ.